റിക്കറൻ്റ് അബോഷൻസ് കാരണം ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ഒത്തിരി കപ്പിൾസ് നമുക്കിടയിലുണ്ട്. അപ്പം ഈ അബോഷൻസ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും ഇൻഫെക്ഷൻസ്, അതായത് യൂട്രസിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസ് കാരണം അബോഷൻസ് ഉണ്ടാവാം. മറ്റൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, അതായത് ക്രോണിക് ഡയബറ്റീസോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അബോഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്നുള്ളത് യൂട്രസിൻ്റെ ഷേപ്പിൽ വരുന്ന അനോമലി കാരണം, നോർമൽ ഷേപ്പിന് പകരം യൂണിക്കോർണോയിറ്റ്, ബൈക്കോർണോയിറ്റ് ഇങ്ങനെയുള്ള ഷേപ്പാണ് യൂട്രസ് എന്നുണ്ടെങ്കിൽ അബോഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, അതായത് ക്രോണിക്കായിട്ട് സ്മോക്കിംഗ് ഹാബിറ്റോ ഡ്രിങ്കിങ് ഹാബിറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അബോഷൻസിന് പിന്നെ കാരണമാവാറുണ്ട്. അപ്പം ഇത്തരം, അതായത് അബോഷൻസ് ഫേസ് ചെയ്യുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തി വീണ്ടും പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നോർമലി കൺസെപ്ഷൻ പോസിബിളാണ് കേട്ടോ. താങ്ക് യു.